കലിപ്പൻ സെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനു. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്തോ മനസ്സിലോർത്തപ്പോൾ ഫൈസലിന്റെ തലയിൽ നല്ല വോൾട്ടേജുള്ള ബൾബ് കത്തി. അവൻ പെട്ടെന്ന് തന്നെ ആബിദിന്റെ അരികിലായി നിന്നു. എന്താ കാര്യമെന്നറിയാൻ സമീർ റിജാദും കൂടി ചെവികോർത്ത് നിന്നു. ശേഷം ഫൈസൽ പറഞ്ഞ കാര്യം കേട്ടതും ആബിദിന്റെ മുഖത്തെ തെളിച്ചം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നു. അവൻ 32 കൊല്ലം കാണിച്ച് ഫൈസലിനെ കെട്ടിപ്പിടിച്ചു. ഡാ നീയാണടാ ചങ്ക്. എന്റെ മോനെ, നിന്റെ അടുത്ത് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നോ? കണ്ടാ പറയത്തില്ല. എന്തായാലും കൊള്ളാം. ഇവൻ കൊളാക്കാതിരുന്നാ മതി. അല്ലെങ്കിലേ കൺട്രോൾ പോയി നിൽക്കുവാ ഇവൻ. കൈവിട്ട് പോയാൽ പിന്നെ എല്ലാം തീർന്നു. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്താ നടക്കാന്ന് അറിയാലോ. ഏതായാലും ഫൈസലിന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യേണ്ട തിരക്കിലായി ആബി. അവനത് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്ന പോലെ. ഫാസിൽ ആഹാനക്ക് കൂട്ടായി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സഫയെ കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ അവർ പരസ്പരം കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒന്നും പറയണ്ട. എന്തോ എല്ലാ കാര്യത്തിലും അവൾ ഇൻവോൾവ്ഡ് ആവുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ അവളുടെ ഇക്കയിൽ മാത്രം തങ്ങി നിന്നു. മാജിയുടെ കാര്യം പിന്നെ പറയണ്ട. ഫൈസൽ അന്ന് അവളെ പ്രപ്പോസ് ചെയ്ത മുതൽ പെണ്ണേതോ മായാലോകത്താണ് ഉള്ളത്. ഇന്ന് ഇക്കയുടെ കൂടെ അവനും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോയ പോക്ക. പിന്നെ അവൾ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. ഫാസിലിയുടെ മാറ്റത്തിന്റെ കാരണം ഞാൻ പലവട്ടം ചോദിച്ചിട്ടും പെണ്ണ് കട്ടക്ക് എടുക്കുന്നില്ല. അവൾക്ക് റിജാദ് കേട് ഒന്നുമില്ല പോലും. എനിക്ക് വെറുതെ തോന്നായിരിക്കെന്നാ പെണ്ണ് പറയുന്നത്. കാര്യം റിജാദ് കേട് ചോദിച്ചപ്പോൾ മൂപ്പരും സെയിം ഡയലോഗ്. പക്ഷേ അവർ പറയുന്നത് 150% കള്ളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ പലപ്പോഴായി അവർ തമ്മിൽ പരസ്പരം കണ്ണുകൾ കൈമാറുന്നത് കണ്ടിട്ടുണ്ട്. അവനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും നാണമൊക്കെ. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ആബിദ് വന്നിട്ട് ഇന്നേക്ക് 2 ദിവസമായി. പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾക്ക് അവന്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. എന്തോ അവൾക്ക് കഴിക്കുന്ന ഭക്ഷണം പോലും തൊണ്ടയിൽ കുടുങ്ങുന്ന പോലെ. ഇക്കാക്ക് എന്നെ കാണാൻ ഒരു പൂതിയുമില്ലേ? വന്നിട്ടൊന്ന് ഫോൺ വിളിച്ച പോലും ഇല്ല. മതി, സാറില്ല, മൂപ്പർക്ക് തിരക്കായിരിക്കും. ചിന്തകളെ വകഞ്ഞു മാറ്റി അവൾ ബാത്റൂമിലേക്ക് പോയി. ഇതേ സമയം ആബിദിന്റെ വീട്ടിൽ തന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സന്തോഷത്തിൽ രാത്രി എല്ലാവരും ഉറങ്ങുന്നവരെ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തുനിന്നു. എന്റെ പെണ്ണെ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ. എനിക്ക് ഇനിയും പിടിച്ചേക്കാൻ പറ്റില്ല. അത്രയും പറഞ്ഞ് അവൻ പതിയെ ആരും കാണാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബാത്റൂമിൽ നിന്ന് ഫ്രഷായി വന്ന് അവൾ വെറുതെ ഒന്ന് ബാൽക്കണിയിൽ പോയി നിന്നു. അവിടെ നിന്ന് നോക്കിയാൽ ആബിദിന്റെ വീട്ടിലെ കോമൺ ബാൽക്കണി കാണാം. ചിലപ്പോൾ പുള്ളി അവിടെ ഉണ്ടെങ്കിലോ? ഇച്ചിരി നേരം നിലാവെളിച്ചത്തിൽ തന്റെ പ്രിയതമന് വേണ്ടി കാത്തുനിന്നെങ്കിലും ഒരു ഫലവും കണ്ടില്ല. നിരാശയോടെ അവൾ റൂമിലേക്ക് വന്ന് ബാൽക്കണിയുടെ ഡോർ ലോക്ക് ചെയ്ത് തന്റെ എല്ലാമായ ആബിദിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ അറിഞ്ഞില്ല തന്റെ കട്ടിലിനടിയിൽ തന്നെയും കാത്ത് തന്റെ പ്രാണൻ കിടപ്പുണ്ടെന്ന്. ഇച്ചിരി നേരം കഴിഞ്ഞ് അവിടെ അനക്കൊന്നും കേൾക്കാത്ത കാരണം ആബിദ് പതിയെ കട്ടിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. 1 മാസത്തിന് ശേഷം തന്റെ പെണ്ണിനെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ആബിദിന്റെ കൺട്രോൾ കൈവിട്ട് പോകുമെന്നായി. എങ്കിലും തന്നാൽ കഴിവിധം വികാരങ്ങളെ ഉള്ളിൽ ഒതുക്കി വെച്ച് അവളുടെ അടുത്തേക്ക് അവൻ ഇരിപ്പിടം ഉറപ്പിച്ചു. പെണ്ണിന്റെ കിടത്തം കണ്ട പെറ്റതള്ള സഹിക്കൂല. ഒരു തലയണ കെട്ടിപ്പിടിച്ച് ഒരു കാലതിന് മുകളിലായി കയറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു തലയണ മറ്റേ കാലിനടിയിൽ. ഒരുമാതിരി ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പോലെ ആ പെണ്ണിപ്പോൾ ഉള്ളത്. ഈ ഒരു അനുഭവം ആബിദിന് ആദ്യമാണ്. സ്വന്തം പെണ്ണിനെ കാണാൻ നട്ടപ്പാതിരക്ക് അവള് പോലും അറിയാതെ അവളുടെ മുറിയിൽ കയറിക്കൂടുക. എന്റെ ആബി, നീ ഇത്രമാത്രം അധപതിച്ച് പോയല്ലോ. ആബിദ് ആത്മകഥ പറഞ്ഞു. അവൻ പതിയെ അവൾ കെട്ടിപ്പിടിച്ച് വെച്ചിരുന്ന തലയിനെടുത്ത് മാറ്റി അവിടെ കിടന്നു. അവളുടെ മുഖത്തു നിന്നും അവന് കണ്ണടിക്കാനും തോന്നിയില്ല. അവളുടെ ആ പൂമുട്ട് പോലുള്ള അധരങ്ങൾ അവനെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ വല്ലതും ചെയ്യാൻ തുനിഞ്ഞാൽ ഒച്ച വെച്ച് ആകെ അവൾ കൊളാക്കും. സോ അവൻ മിണ്ടാതെ അവളൊരു കയ്യാൽ ഇറുകിയപ്പോഴൊന്ന് ഇച്ചിരി നേരം കിടന്നു. ഒരു ടോപ്പും പലാസ പാനുമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. പെണ്ണൊന്ന് പിടഞ്ഞു മാറിക്കിടന്നപ്പോൾ അവളുടെ പാൻറ് ഇച്ചിരി മുകളിലോട്ട് കയറി. ആബിദിന്റെ കണ്ണുകൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. തൂവെള്ള നിറമുള്ള അവളുടെ കാലുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള കൊലുസ് കിടക്കുന്ന കണ്ടപ്പോൾ അവനെന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. പതിയെ അവന്റെ കൈകൾ അവിടെ ആ കൊലുസിലേക്ക് തടഞ്ഞപ്പോൾ അവന്റെ സ്പർശനമേറ്റെന്നോണം പെണ്ണൊന്നുകൂടി പടഞ്ഞോണ്ട് മറന്നു കിടന്നു. ആ കിടത്തത്തിൽ അവളുടെ ടോപ്പ് വാരിൽ നിന്ന് സ്ഥാനം മാറി ഇച്ചിരി പൊങ്ങി. അത് കണ്ടതും ആബിദ് അവന്റെ കണ്ണുകൾ കണ്ടു മടച്ചു. എന്റെ റബ്ബേ, പെണ്ണിനൊന്ന് കാണാൻ വേണ്ടി മാത്രം ഈ സാഹസത്തിന് മുതിർന്ന്. ഇങ്ങനെ പോയാ ഇവിടെ വെച്ച് തന്നെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പോവേണ്ട അവസ്ഥ വരുമല്ലോ. കൺട്രോള് തരണേ റബ്ബേ. അതും പറഞ്ഞ് അവൻ പതിയെ കണ്ണുകൾ തുറന്നു. എന്തോ അവ അനുസരണയില്ലാതെ അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. സ്വർണ്ണ നിറമുള്ള അവളുടെ രോമങ്ങൾ അവനെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പൊട്ടിമുളച്ച വികാരം ശരീരത്തിൽ പടർന്നു കയറുന്നതിന് മുന്നേ അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവളുടെ സ്ഥാനം തെറ്റിയ ടോപ്പ് നേരെയാക്കി. കൈയെടുക്കാൻ തുരിഞ്ഞപ്പോഴേക്ക് പെണ്ണുതേ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നു. പിന്നെ ഒറ്റ വലി. ഞാൻ നേരെ അവളുടെ അടുത്തായി ലാൻഡായി. പെണ്ണെന്റെ ഷർട്ടിൽ പിടിമുറുക്കി എന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ എന്റെ സാറേ, കിളികൾ ഏതു വഴിക്കാ പറന്നുപോയതെന്ന് ഒരു എത്തും പിടിയില്ല.
ഒടുക്ക അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് അവളിൽ തന്നെ ഇമ വെട്ടാൻ നോക്കിക്കിടന്നപ്പോഴാണ് പെട്ടെന്ന് പെണ്ണ് കണ്ണുറന്ന് നോക്കുന്ന കണ്ടത്. എന്നെ കണ്ടിട്ടും പെണ്ണൊരു കൂസലില്ലാതെ നല്ലൊരു ചിരിയും പാസാക്കി പിന്നെ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. സത്യം പറഞ്ഞാൽ അവിടെ ആ പ്രവൃത്തി എന്നെ ഒന്ന് ഞെട്ടിച്ചു കേട്ടോ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പെണ്ണ് ഉറക്കപ്പിച്ചിലാ ഉള്ളതെന്ന്. അടച്ച കണ്ണുകൾ മിന്നൽ വേഗത്തിലായിരുന്നു അവൾ ഞെട്ടി തുറന്നത്. തൻ്റെ തലയിണക്ക് പകരം ഒരു മനുഷ്യരൂപത്തെ കണ്ടപ്പോൾ ഒരു നിലവിളിയോട് അവൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റതും ആബിദ് അവളുടെ വാപ്പൊത്തി പിടിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള ഷോക്കിൽ അവളൊന്ന് പേടിച്ചെങ്കിലും തൻ്റെ തൊട്ടരികിലായി തൻ്റെ ഇക്കയെ കണ്ടപ്പോൾ അവളിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. രണ്ടുപേരും പരസ്പരം കണ്ണുകൾ ഉടക്കി അങ്ങനെ നിന്നു. അവനാണെങ്കിൽ അവളുടെ വാ പൊത്തിപ്പിടിച്ച് തന്നെയാണ് ഉള്ളത്. എന്തോ വെളി വന്ന പോലെ അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. യാ ഹൗലവരാ, ഇങ്ങളെന്താ ഇവിടെ? എങ്ങനെ? എപ്പോ? അവൾ അന്തം വിട്ട കുന്തമ്പോൾ നിൽപ്പ് കണ്ടപ്പോൾ അവന് സത്യത്തിൽ ചിരി അടക്കാനായില്ല. അത് കണ്ടതും അവൾ കലിപ്പായി. ഇളിക്കാതെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് കയറിയത്? ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ? ഡീ, നിന്ന് കാറാതെ. നിന്നെ കാണാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുണ്ടായില്ല. ഞാൻ പിന്നെ എന്ത് വേണം? നമ്മുടെ കല്യാണത്തിന് ഇനിയും 3-4 ദിവസമുണ്ട്. അതുവരെ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല പെണ്ണേ. ആബിദ് അവളുടെ കവിളി തട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് ഈ നേരെ കിട്ടിയുള്ളൂ? അല്ല, നിങ്ങൾ എങ്ങനെ കയറി? അവളുടെ ചോദ്യത്തിന് ആബിദ് അവൾ നോക്കിയെന്ന് കണ്ണിറുക്കി. ശേഷം തുടർന്നു. അതെ, ആദ്യം ഒരു ഏണി വെച്ച് ദേ ആ കാണുന്ന മരത്തിന്റെ കൊമ്പി കയറി. അവിടുന്ന് കഷ്ടിച്ച് സൺസൈഡിലേക്ക് ചാടി. ഒരു വിധത്തിൽ ബാൽക്കണി കയറി. ആദ്യം ഡോർ നോക്ക് ചെയ്യാന്ന് കരുതി. പിന്നെ പതിയെ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. സോ പണി എളുപ്പമായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആളെ എവിടെയും കാണാനില്ല. ബാത്റൂമിലെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി അവിടെ ആയിരിക്കും. പിന്നെ ദേ ഈ കട്ടിലിനടി പോയി കിടന്നു, നീ ഉറങ്ങുന്നവരെ. ആബിദ് അത്രയും പറഞ്ഞിരുത്തുമ്പോഴേക്ക് അവളുടെ കണ്ണ് രണ്ടും തള്ളി പുറത്തിയായിരുന്ന പരുവായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ അവൾ അവൻ തന്നെ നോക്കിയിരുന്നു. ആ മരം അവിടെ ഉള്ളത് ഭാഗ്യം. അവളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇല്ലാതെ വന്നപ്പോൾ അവൻ അവളുടെ നേർക്ക് വിരഞ്ഞൊടിച്ചു. ഡീ, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ കൊണ്ട് കണ്ട മരത്തിലൊക്കെ ചാടിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ കുന്തം വഴുകിയ പോലെ നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ആബിദ് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുതിരെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇക്ക, നിങ്ങൾ കണ്ടില്ലേ? ഇനി പൊക്കോ. ആരെങ്കിലും കണ്ട എന്താ കരുതുക? കല്യാണത്തിന് 2 ദിവസം പോലും കാത്തിരിക്കാൻ കെൽപ്പില്ലാതെ കൺട്രോൾ വിട്ട് മരം കയറി പെണ്ണിന്റെ റൂമിൽ കയറി എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. ആഹാ, അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് വെറും കൈയോടെ പോവാൻ പറയുന്നോ? നാണുണ്ടോടി നിനക്ക്? വാഴ വെട്ടിയിട്ട് പോലെ നിന്റെ കിടപ്പ് കണ്ടിട്ട് കൺട്രോൾ ചെയ്തെന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കിസ്സെങ്കിലും തരാതെ പറഞ്ഞു വിടാൻ എങ്ങനെ മനസ്സ് വന്നു നിനക്ക്? സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ പെണ്ണാകെ ചമ്മി നാറി. അയ്യേ, എന്നെ എന്ത് കോലത്തിലായിരിക്കും ഇക്ക കണ്ടിട്ടുണ്ടാവുക? ചേ, ആകെ നാറി. ഡീ, നോക്കി നിൽക്കാതെ ഇങ്ങ് വന്നേ. അതും പറഞ്ഞ് ആബിദ് അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം ഇമ വിട്ടാതെ നോക്കി നിന്നു. പതിയെ അടക്കി വെച്ച വികാരങ്ങൾ അവനിൽ നിന്ന് പുറത്തു ചാടാൻ തുടങ്ങി. നിലാവുള്ള രാത്രിയിൽ തൻ്റെ പ്രിയതമക്കൊപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ അവൻ അവളിൽ സ്വയം അലിഞ്ഞിരുന്ന പോലെ തോന്നി. അവളുടെ ചോരത്തിളക്കമുള്ള അധരങ്ങളിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്ന് പതിച്ചു. പതിയെ അവൻ്റെ കൈകൾ അവളുടെ അരയെ ചുറ്റി വരിഞ്ഞു. ടോപ്പിൻ്റെ ഓപ്പണിലൂടെ അവൻ്റെ കൈകൾ പതിയെ എഴിഞ്ഞുകൊണ്ട് അവളുടെ വയറിന് മേൽ തട്ടി നിന്നു. അവൻ്റെ കൈയുടെ ചൂട് അവളുടെ നഗ്നമായ അടിവരിൽ തട്ടിയപ്പോൾ അവളൊന്ന് പിടഞ്ഞുപോയി. കൈകളാൽ അവൻ്റെ തോളിലെ പിടിമുറുക്കി കണ്ണുകൾ അടച്ചു. അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്തു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പെണ്ണ് കണ്ണു തുറന്ന് അവൻ്റെ മുഖം തിരിച്ചു പിടിച്ച് കവിളിൽ നല്ല അടാറ് കടികൊടുത്തു. ആബിദ് കവിളിൽ കൈവച്ചുകൊണ്ട് അവളിലെ പിടിവിട്ടു. ദേ മോനെ, നിങ്ങളെ ഉദ്ദേശം നടക്കാൻ പോണില്ല, ഒന്ന് പോയേ. 2 ദിവസം കൂടി മോൻ സഹിക്കുക കേട്ടോ. ഇപ്പൊ ആരും കാണും, പോ. അവൾ അവനോടായി പറഞ്ഞു. ചേ, നശിപ്പിച്ച്. മനുഷ്യൻ നല്ല മൂഡിൽ വന്നതായിരുന്നു. നീ എന്താ ഇങ്ങനെ ഒരുമാതിരി അൺറൊമാൻറ്റിക് മൂരാച്ചി? നിനക്ക് ഈ വികാരം എന്ന സാധനം ഒട്ടുമില്ലേ? ഇനി ഫസ്റ്റ് നൈറ്റിൽ ഇത് തന്നെയാ പരിപാടിയെങ്കിലേ ഒന്നു മോളെ, നിന്റെ മൂടൊക്കെ ഞാൻ പമ്പെടുത്തും. ഒടുക്കം ഭാര്യയെ പീഡിപ്പിച്ച ഭർത്താവ് എന്ന പേര് വരെ എനിക്ക്. അത് കേട്ടതും അവൾ മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് അവനോട് പോകാൻ പറഞ്ഞ് തള്ളി. പെട്ടെന്ന് തന്നെ അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. നീ എനിക്കിട്ട് പണിതല്ലേ, അപ്പൊ ഒന്നും തിരിച്ചറിയാൻ ഞാനെങ്ങനെയാ പോവാ? സോ അതും പറഞ്ഞ് അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി വെച്ച് നല്ലൊരു കടി കൊടുത്തു. ഇപ്പോൾ ഈക്വൽ. എന്നാ ഇനി ഞാൻ പോട്ടെ. ഇനി ഇവിടെ നിന്നാലേ പലതും സംഭവിക്കും. സോ ബൈ. ബാൽക്കണി തുറന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആബിദ് പുറത്തേക്ക് പോകുമ്പോൾ അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ഇന്നാണ് ആബിദിന്റെയും അഹാനയുടെയും ഹൽദി. കബീർക്കിയുടെ നിർബന്ധപ്രകാരം രണ്ടുപേരുടെയും ഹൽദി അവരുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താമെന്ന് തീരുമാനിച്ചു. അതിൽ ആബിദിനുണ്ടായ സന്തോഷം അത്രയുമായിരുന്നു. അവന്റെ പെണ്ണിനെ കാണാലോ. യെല്ലോ കൂർത്തയും വൈറ്റ് പാന്റുമായിരുന്നു ആബിദിന്റെ വേഷം. വീട് മുഴുവൻ മഞ്ഞപ്പൂക്കൾ കൊണ്ടും ബലൂൺ കൊണ്ടും ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്.
പെണ്ണിനെ ഒരുക്കി കഴിഞ്ഞാണ് വരിക എന്ന് കബീർക്ക പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആബിദിന്റെ കണ്ണുകൾ അവരുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നു. റിജാദും ഫൈസലും സെമീറൊക്കെ യെല്ലോ ഷർട്ട് ആൻഡ് വൈറ്റും കൊണ്ടാണ് വേഷം. തിരക്കിനിടയിൽ ഫൈസലിന്റെ കണ്ണുകൾ സ്റ്റെയറിലേക്ക് പതിഞ്ഞപ്പോൾ യെല്ലോ ഗൗണിൽ അതിസുന്ദരിയായി സ്റ്റെയർ ഇറങ്ങി വരുന്ന മാജിയിൽ കണ്ണുകളുടക്കി. അവർ പരസ്പരം മതിമറന്ന് നോക്കി നിന്നു. യെല്ലോ ഷർട്ട് ആൻഡ് വൈറ്റ് മുണ്ടിൽ ഫൈസലിനെ കാണാൻ നല്ല അടാറ് ലുക്കായിരുന്നു. മറുവശത്തു നിന്നും പെൺപിള്ളേർ അവനെ വായി നോക്കുന്ന കണ്ടതും അവൾ ഫൈസലിനെ നോക്കി വിരൽ ചൂണ്ടി കഴുത്തിൽ കൈവച്ച് കൊല്ലുമെന്ന് ഗോഷ്ടി കാണിച്ചു. അത് കണ്ടതും ഫൈസൽ അവളെ ചൂണ്ടി നെഞ്ചിലേക്ക് കൈവച്ച് വീഴും പോലെയും. ഇവരുടെ ഈ ഗോഷ്ടികളൊക്കെ മറുവശത്തു നിന്നും കബീർക്ക കാണുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും മാറി മാറി നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ അവിടുന്ന് പോയി. പെണ്ണിന്റെ വീട്ടിൽ നിന്നും ആളുകൾ എത്തിയത് പറയുന്ന കേട്ടതും ആബിദിന്റെ മുഖം നല്ലപോലെ വെട്ടിത്തിളങ്ങി. ഹാളിൽ കണ്ണുകൾ ഓടിച്ചപ്പോൾ അവൻ കണ്ടു ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ വരുന്ന തന്റെ പെണ്ണിനെ. യെല്ലോ ഫുൾ ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. അത്യാവശ്യം ലൈറ്റായി ഓർണമെന്റ്സും ധരിച്ചിട്ടുണ്ട്. എന്തോ അതിലവൾ അതിസുന്ദരിയായിരുന്നു. ഒരു നിമിഷം അവൻ അവളിൽ തന്നെ കണ്ണുകൾ ഉടക്കി. അവന്റെ നോട്ടത്തിന്റെ ശക്തി എന്നോണം അവളുടെ കണ്ണുകളും അവനിൽ ചെന്നെത്തി. എന്റെ പൊന്നോ, ഇങ്ങർക്ക് ഇത്രയും മൊഞ്ചുണ്ടായിരുന്നോ? അതെങ്ങനെ എപ്പോഴും ഒരു ബിസിനസ് കൂട്ട് ഇട്ടല്ലേ നടപ്പ്? ആബിദ് അവൾ നോക്കി കണ്ണിറുക്കി സൂപ്പർ എന്ന് കാണിച്ചു. അവളതിന് നാവ് പുറത്തിട്ട് അവനെ കളിയാക്കി. അങ്ങനെ ഹൽദിയുടെ പരിപാടി ഓൾമോസ്റ്റ് തുടങ്ങി. രണ്ടുപേരും രണ്ടു വശത്തായി ഇരുത്തി മഞ്ഞൾ തൊട്ട് കൊടുക്കുന്ന ചടങ്ങ്. ഹൽദി വെച്ച മൗൾഡും ലഡുമിഠായിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ട്രേയും എടുക്കാൻ വേണ്ടി കബീർക്ക പറഞ്ഞപ്പോൾ ഫാസിലെയും റിജാദ് ഒരുമിച്ച് അങ്ങോട്ട് പോയി. സ്റ്റെയറിന്റെ അടിയിലായുള്ള ടേബിളിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മഞ്ഞളെടുക്കാനായി ഫാസിലെ തുനിഞ്ഞപ്പോൾ അതേസമയം റിജാദിന്റെ കൈയും അതിൽ ചെന്ന് എത്തി. ഒരു നിമിഷം രണ്ടുപേരുടെയും കൈകൾ കൂട്ടിയുരസിയപ്പോൾ എന്തോ ഒരു സ്പാർക്ക് അടിച്ച പോലെ ഇരുവരും കണ്ണിൽ കണ്ണിൽ നോക്കിയെന്ന് പോയി. അഹാനയുടെ കണ്ണുകൾ പലപ്പോഴായി അവരുടെ പിറകെ തന്നെ പോകുന്നതുകൊണ്ട് മതിപറന്നുകൊണ്ടുള്ള അവരുടെ ആ നിൽപ്പും അവളുടെ കണ്ണിൽപ്പെട്ടു. സത്യം പറഞ്ഞാൽ അവൾക്ക് ചിരി അടക്കാനായില്ല. പെട്ടെന്ന് തന്നെ തന്റെ അരികിലായിരിക്കുന്ന മാജിയെ അവൾ തോണ്ടി. ഡി, നിനക്ക് രണ്ട് ഇണക്കുരുവികളെ കാണണം, അങ്ങോട്ട് നോക്ക്. ദേ മുറ്റത്തൊരു മൈന, അല്ല സോറി 2 മൈന. അഹാന പറയുന്ന കേട്ട് മാജി അങ്ങോട്ട് നോക്കിയതും അവൾ തലക്ക് കൈ കൊടുത്തുപോയി. റബ്ബേ, ഇത് രണ്ടും എന്തിനുള്ള പുറപ്പാടാ? കള്ള തെണ്ടി. അവളോട് ചോദിക്കുമ്പോൾ അവൾ എന്താ പറയല്? എനിക്ക് നിന്റെ ഇക്കാനോട് അങ്ങനെയൊന്നും ഇല്ലാന്ന്. അവളുടെ ഒടുക്കത്തെ ഒരു ജാടയും ചീപ്പ് കോപ്പിലെ ആക്ടിങ് ഇപ്പൊ കാണിച്ചു തരാം. അതും പറഞ്ഞ് മാജി അവരുടെ അടുത്തേക്ക് പോയി. ചുറ്റും നടക്കുന്ന പോലും അറിയാതെ അവിടെ റിജാദും ഫാസിലെയും നല്ല അസലായി കണ്ണിൽ കണ്ണി നോക്കി നിപ്പാണ്. പെട്ടെന്ന് എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്കുക? രണ്ടും അങ്ങോട്ട് മാറ്. ഇങ്ങനെ പോയ കല്യാണം കഴിഞ്ഞാലും ഹൽദി എടുത്തുകൊണ്ട് നിങ്ങൾ വരില്ല. ഈ നിൽപ്പ് ഇവിടെ തന്നെ തുടരും. ഛേ, നാണമുണ്ടോ? അയ്യേ. അതും പറഞ്ഞ് മാജി മഞ്ഞളിക്കുന്ന മൗളിൽ നിന്നും രണ്ടുപേരുടെയും കൈ തട്ടിമാറ്റി മുഖം കൂർപ്പിച്ച് അതും എടുത്ത് പോയി. ഇതൊക്കെ കണ്ട് കിളി പോയി നിപ്പാണ് നമ്മുടെ റിജാദും ഫാസിലെയും. തിരിഞ്ഞടക്കുന്നതിനിടയിൽ അഹാനയെ നോക്കിയൊന്ന് കണ്ണിറുക്കാനും മാജി മറന്നില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് ചെക്കനും പെണ്ണിനും മഞ്ഞളിട്ട് കൊടുക്കുന്ന ചടങ്ങ് ആരംഭിച്ചു. ഓരോരുത്തരായി ആബിദിനും അഹാനക്കും മഞ്ഞൾ തൊട്ടുകൊടുത്ത് മധുരം നൽകി. പരസ്പരം രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കിയപ്പോൾ എന്തോ സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹാളിൽ എല്ലാവരും നല്ല പൊളപ്പൻ സോങ് പ്ലേ ചെയ്ത് അതിനനുസരിച്ച് സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. ബഹളത്തിനിടയിലും മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാതെ ആബിദും അഹാനയും മനസ്സാൽ സ്വയം അലിഞ്ഞു ചേരുകയായിരുന്നു. പെട്ടെന്ന് എന്തോർത്ത പോലെ അവനവിടെ അരികിൽ ചെന്ന് പറഞ്ഞു. ഡി, നിനക്ക് ഈ ഹൽദി അധികം സമയം ഇട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇച്ചിങ് വരില്ലേ? പിന്നെന്താ കുന്തമെഴുകിയ പോലെ നിൽക്കുന്നത്? പോയി ക്ലീൻ ചെയ്യും. ഇക്ക, അത് കുഴപ്പമില്ല, ഇന്ന് എന്തും ഞാൻ സഹിക്കും. ഇതൊക്കെ നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അതെല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഒന്നിനൊരു കുറവ് വരുത്താതെ. സോ നോ പ്രോബ്ലം. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പറയാനെ ആബിദ് തുനിഞ്ഞതും അങ്ങോട്ടേക്ക് മാജി വന്നു. രണ്ടിനും കുശൂഷിക്കാൻ ഇനി ജന്മങ്ങൾ ബാക്കിയെടുക്കല്ലേ. സോ ഇപ്പൊ കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ കൊള്ളാം. ഡി, നീങ്ങ് വന്നേ. അതും പറഞ്ഞ് മാജി അവളെ അവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആദ്യമൊക്കെ അവൾ പോകാൻ മടിച്ചെങ്കിലും ആബിദിനൊരു നോക്ക് നോക്കിയപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് സമ്മതം മൂളിയതുപോലെ തലയാട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവരുടെയും കൂടെ അവൾ നല്ല അസലായി നൃത്തം ചെയ്തു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ദേഹത്തെ ഹൽദിയൊക്കെ ക്ലീൻ ചെയ്യാനായി അവൾ മാജിയുടെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. ബാത്റൂം ഓപ്പൺ ചെയ്യാനായി ഹാൻഡിൽ പിടിച്ചതും പുറകെ നിന്നും ആരോ വന്ന് അവൾ വലിച്ച് നെഞ്ചിലേക്കിട്ടത് ഒരുമിച്ചായിരുന്നു. പെട്ടെന്നൊന്ന് പിടഞ്ഞു പോയെങ്കിലും അത് ആബിദാണെന്ന് മനസ്സിലായപ്പോൾ അവളിൽ തെല്ലൊരു സന്തോഷം ഉടലെടുത്തു. ഇക്ക, എന്തോ ഉദ്ദേശം? അങ്ങ് മാറിക്കേ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ആബിദ് അവൾ നോക്കി ഇല്ലാന്ന് തലയാട്ടി. അതെ, എല്ലാവരും ഹൽദി വിട്ടെന്ന്. ഇനി എൻ്റെ പെണ്ണിനെ ഞാൻ തൊട്ടുതരാം, അതുപോലെ നീ എനിക്കും. എന്നാലല്ലേ ഈ ചടങ്ങ് കംപ്ലീറ്റ് ആവൂ. അയ്യടാ, അങ്ങനെ ഇപ്പം മോൻ കംപ്ലീറ്റ് ആക്കണമെന്നില്ല കേട്ടോ. അതും പറഞ്ഞ് അവളവൻ്റെ കവിളിലുള്ള ഹൽദി തൊട്ട് അതവൻ്റെ മൂക്കിൻ തൊപ്പിൽ ഉരസി. അതിനുള്ള ആബിദിന്റെ പ്രതികരണം അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അവളെ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഒന്നുകൂടി മുറുക്കി അവന്റെ കവിൾ അവളുടെ കവിളുമായി കൂട്ടി ഉരസി. ഇരു കവിളിലും അവൻ തന്റെ കവിൾ കൊണ്ട് ഹൽദി തൊട്ടുകൊടുത്തു. അവന്റെ താടിരോമം അവളുടെ മുഖത്ത് അങ്ങിങ്ങായി ഉരസി നടന്നപ്പോൾ വയറിൽ നിന്നൊരു പാളിച്ച് അനുഭവപ്പെട്ടു. ശേഷം അവൻ അവന്റെ കയ്യിലെ ഹൽദി കൈകൊണ്ട് അവളുടെ കൈകളിൽ പതിപ്പിച്ചു. അവന്റെ കയ്യിലെ വിരലുകൾ അവളുടേതുമായി കോർത്തു.
ഇരുവരും അവരുടേതായ ഒരു ലോകത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.